ഇന്നത്തെ വീഡിയോ അധികം ആർക്കും കേരളത്തിൽ പരിചയമില്ലാത്ത ഒരു സംഭവമാണ് കേട്ടോ. കേരളത്തിലൊക്കെ ഇപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും വരുമ്പം ചോദിക്കാറുണ്ട് എന്നോട്. സംഭവം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ നാട്ടിലൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് മഴ വരുന്ന സമയത്ത് തുണിയിടാൻ ഉണക്കിയെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ മമ്മിയൊക്കെ നാട്ടിൽ വിളിക്കുമ്പം പറയും, രാവിലെ തൊട്ട് തുണി ഉണക്കുവാന്ന് പറയും. വെയിലത്തോട്ടിടും, കഴിയുമ്പം മഴ വരും, അത് കഴിയുമ്പം പിന്നെയും വെയിലത്തോട്ടിടും. ഒരാഴ്ച ആയാലും തുണി ഉണങ്ങി കിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഒരു വാൾ ഹാങ്കർ അവൈലബിളാണ് എല്ലാ ഫ്ലാറ്റുകളിലും. ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്ലാറ്റുകളിലും ഭിത്തിയേന്ന് തന്നെ ഘടിപ്പിച്ചേക്കുന്ന ഒരു ഹാങ്ങറാണ്. നമുക്ക് തുണി കഴുകി കഴിഞ്ഞാൽ വീടിനകത്ത് തന്നെ ബാൽക്കണിയിലൊക്കെ നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പം അവിടെ ഇട്ടിരുന്ന് നമുക്ക് സ്പേസും സേവ് ആവും. അവിടെ സാധാരണ എല്ലാവരും സ്റ്റാൻഡൊക്കെ ആണല്ലോ വാങ്ങിച്ചു വെക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡിലിടുമ്പോൾ നമുക്ക് കുറേ സ്പേസൊക്കെ പോവും, വെറുതെ മുറിക്കാവുന്നതൊക്കെ ബുദ്ധിമുട്ടാവും. ഇതാകുമ്പം ബാൽക്കണിയൊക്കെ ഉണ്ടെങ്കിൽ ബാൽക്കണിയോ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അവിടെ കിടന്നോളും. ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ സീലിംഗ് ഡ്രൈൻ ഹാങ്ങർ, ഇത് നമ്മൾ സീലിംഗിലാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. ഇവിടെ സൈഡിലായിട്ട് ഒരു ഫിറ്റിങ്സ് ഉണ്ട്. ഇതിലിങ്ങനെ ത്രെഡിൽ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഹൂക്കുണ്ട്. ഇതാണ് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ റാഡാണ്. ഇതിലൊരു 3 years ഗ്യാരണ്ടി ഒക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇതിപ്പം 5 years അബോ ആയി. ഇതുവരെ ത്രെഡ് പൊട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ഓരോ ലൈനിലും നമുക്ക് 1 കിലോ മുകളിൽ തുണി ഇടാൻ പറ്റും. അപ്പം 6 റാഡാണ് സാധാരണ രീതിയിൽ വരുന്നത്. പല സൈസിൽ കിട്ടും. 5 തൊട്ട് 8 ഫീറ്റ് വരെ, 9 ഫീറ്റ് വരെയൊക്കെയുള്ള മെഷർമെൻറ്റിൽ കിട്ടും. അപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മളെ ഡ്രസ്സ് ഇങ്ങനെ ഇട്ടിട്ട് ഇതിനെ വലിച്ച് മുകളിലോട്ട് വെച്ചാൽ മതി. എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും ഇപ്പോഴ്, എനിക്കറിയില്ല. എന്നാലും ഞാനിത് കേരളത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതുപോലെ നമുക്കൊരു 3-4 തുണി ഇതിനകത്ത് ഇടാൻ പറ്റും. നമുക്ക് സീലിംഗിൽ ഇടുന്നത് കാരണം സീലിംഗിൻ്റെ ചൂടും കൂടെ കൊണ്ട് പെട്ടെന്ന് ഇത് നമുക്ക് പല അളവിൽ ഇറക്കിയൊക്കെ ഇടാം കേട്ടോ. ഇങ്ങനെ ഇതുപോലെ ഇടാം. എല്ലാ തുണിയും മുകളിലായിട്ട് വലിച്ച് ഒരുപോലെ ഇടാം. അപ്പോൾ സീലിങ്ങിൻ്റെ ആ ഒരു ചൂട് കൊണ്ട് പെട്ടെന്ന് തുണിയൊക്കെ ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൂടെ ഞാൻ കൊടുത്തേക്കാം. 2000 എബോ എന്തോ ആണ് വില. അപ്പം അറിയാവുന്ന ഒരാളെ കാർപ്പൻറ്ററെ കാണിച്ചു കഴിഞ്ഞാൽ അവർ നല്ല ക്ലിയർ ആയിട്ട് ഇത് ഫിക്സ് ചെയ്ത്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.